വയനാട്ടിലെ ഹർത്താലിനെതിരെ ഇടതു വലത് മുന്നണികളെ കടുത്ത ഭാഷയിൽ വിമർശിച്ച ഹൈക്കോടതി. വയനാട്ടിലെ LDF UDF ഹർത്താൽ നിരുത്തരവാദപരമായ സമീപനമെന്ന് ഹൈക്കോടതി. ഹർത്താൽ നടത്തിയത് വലിയ ദുരന്തം സംഭവിച്ച മേഖലയിലാണ്. അധികാരത്തിലിരിക്കുന്ന LDFും ഹർത്താൽ നടത്തിയത് എന്തിനെന്ന് കോടതി ചോദിച്ചു. ഹർത്താലിനെ എങ്ങനെ ന്യായീകരിക്കുമെന്ന് ചോദിച്ച ഹൈക്കോടതി പെട്ടെന്നുള്ള ഹർത്താൽ അംഗീകരിക്കാനാകില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, കോടതി ഇടപെട്ടിരിക്കുന്നു. നിശ്ചിതമായ വിമർശനമാണ് ഈ ഹർത്താലിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. വിവരങ്ങൾ എന്താണ്? കേന്ദ്രം ഫണ്ട് അനുവദിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു LDF UDF ഹർത്താൽ വയനാട്ടിൽ ആചരിച്ചത്. ഇതിനെതിരെയാണ് ഇപ്പോൾ നിലവിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നത്. നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനമാണ് LDF UDF ഹർത്താൽ മൂലം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഹർത്താലിനെ ന്യായീകരിക്കുക എന്നുള്ളൊരു ചോദ്യവും ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. പെട്ടെന്നുള്ള ഒരു ഹർത്താൽ അത് അംഗീകരിക്കാനാകില്ല എന്നുള്ളൊരു നിലപാടാണ് കോടതി ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. വലിയ രീതിയിലുള്ള വിമർശനം സർക്കാരിന് നേരെ ഹൈക്കോടതി ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട്. അധികാരത്തിലിരിക്കുന്ന LDF ഹർത്താൽ നടത്തിയത് എന്തിനാണെന്നുള്ളൊരു ചോദ്യമാണ് കോടതി ഇക്കാര്യത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഹർത്താൽ മാത്രമാണോ ഏക സമരമാർഗം എന്നുള്ള ഒരു ചോദ്യവും ഹൈക്കോടതിയിൽ നിന്നും സർക്കാരിന് നേരിടേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ദുരന്തം നടന്ന ഒരു മേഖലയാണ്. അതിൽ പൊടുന്നനെ പെട്ടെന്നൊരു ഹർത്താൽ പ്രഖ്യാപിക്കുക, അത് നടത്തുക, അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് ഉണ്ടാക്കുമെന്നുള്ളൊരു കാര്യം കൂടി ഹൈക്കോടതി വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. ഇത്തരം ഹർത്താലുകൾ അംഗീകരിക്കാനാകില്ല എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. നിരാശപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തതിലൂടെ അല്ലെങ്കിൽ ഹർത്താൽ നടത്തിയതിലൂടെ ഇടതു വലതു മുന്നണികൾ ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഹൈക്കോടതി ഉന്നയിച്ചിട്ടുണ്ട്. ദുരന്ത മേഖലയിലെ ജനങ്ങളോടുള്ള ഒരു സമീപനത്തിലാണ് അല്ലെങ്കിൽ അവരോട് കാട്ടുന്ന ഒരു ക്രൂരതയ്ക്ക് സമാനമാണ് ഇത്തരം ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചതിലൂടെ എന്നും ഹൈക്കോടതി വിലയിരുത്തിയിട്ടുണ്ട്. എന്തായാലും സർക്കാരിനോട് ഇക്കാര്യത്തിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഈ അഭിഭാഷകൻ മുഖേന സർക്കാരിന് ഇക്കാര്യം തങ്ങളുടെ അതിർത്തി, കോടതിയുടെ അതിർത്തി അറിയിക്കണം എന്നുള്ളൊരു കാര്യം ഡിവിഷൻ ബെഞ്ച് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അഭിഭാഷകൻ പറഞ്ഞത് സർക്കാരിനെ ഈ ഒരു ഹൈക്കോടതിയുടെ അതിർത്തി അല്ലെങ്കിൽ കടുത്ത വിമർശനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയിക്കും. ഇത് സംബന്ധിച്ചുള്ള മറുപടി കൃത്യമായിട്ട് അടുത്ത തവണ ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ അറിയിക്കാമെന്നും സർക്കാർ അഭിഭാഷകൻ ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള കേസ് പരിഗണിച്ച സമയത്താണ് ഈ ഹർത്താലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഹൈക്കോടതി ഉന്നയിച്ചത്. ഈ മുന്നണികളും നടത്തിയിട്ടുള്ള ഹർത്താലിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു തുടക്കം മുതൽ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടത്. അധികാരത്തിലിരിക്കുന്ന സർക്കാർ പോലും ഹർത്താൽ ആഹ്വാനം ചെയ്ത് നടത്തിയത് അത് നിരുത്തരവാദപരം മാത്രമല്ല, അത് ജനങ്ങളോട് കാട്ടുന്ന സമീപനത്തിലുള്ള ഒരു അല്ലെങ്കിൽ അത് ഒരു ക്രൂരമായിട്ടുള്ള ഒരു സമീപനമായിട്ട് വേണം കണക്കാക്കാൻ എന്നും ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. ദുരന്ത മേഖലയിൽ തന്നെ ഹർത്താൽ പ്രഖ്യാപിച്ചതിലുള്ള ഒരു അതിർത്തിയാണ് ഹൈക്കോടതി നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അതിനിടയിൽ തന്നെ ഈ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ നവംബർ 13-നാണ് PDNA റിപ്പോർട്ട് ഈ പറയുന്ന സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കൈമാറിയത്. അതിൽ സഹായം എന്നുള്ള രീതിയിൽ 2219 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത്. ദുരന്ത പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായാണ് തുക ആവശ്യപ്പെട്ടത്. നിലവിൽ ഈ ആവശ്യപ്പെട്ട തുക അത് എത്രത്തോളം വേണ്ടിവരും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പുരോഗതി അല്ലെങ്കിൽ അതിന്റെ നടപടികൾ പുരോഗമിക്കുന്നതായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, നേരത്തെ നവംബർ 16-ന് ഒരു ഉന്നതാധികാര സമിതി യോഗം ചേർന്നിരുന്നു. ആ സമിതി 153 കോടി രൂപ സംസ്ഥാന സർക്കാരിന് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നൽകുവാൻ വേണ്ടി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള നടപടികളും പുരോഗമിക്കുന്നതായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇന്ന് സത്യവാങ്മൂലത്തിലൂടെ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. അതായത് രേഷ്മ, ഈ സഹായ അഭ്യർത്ഥനയിൽ ചട്ടപ്രകാരമുള്ള നടപടികൾ പുരോഗമിക്കുന്ന കാര്യം, ഈ തുകയുടെ വിവരമടക്കം കേന്ദ്ര സർക്കാർ ഈ സത്യവാങ്മൂലത്തിലൂടെ കോടതിയിൽ നൽകുമ്പോൾ ഈ കേന്ദ്രം തുക അനുവദിച്ചില്ല എന്ന വാദവും അതിനുമേൽ നടത്തിയ ഹർത്താലും എല്ലാം ഇന്ന് ഹൈക്കോടതിയിൽ പൊളിഞ്ഞു വീണു. ഇതിൽ എടുത്തു പറയേണ്ടത് സംസ്ഥാന സർക്കാർ PDNA റിപ്പോർട്ട്, അതായത് ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദുരന്തത്തിന് ശേഷം അവിടെ എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി, ഇനി അത് പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ വിധത്തിൽ ഫണ്ട് അനുവദിക്കേണ്ടി വരും, എത്ര തുക വേണ്ടിവരും, ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് PDNA റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ചത് നവംബർ 13-ന് മാത്രമാണ്. ഈ റിപ്പോർട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ കേന്ദ്ര സർക്കാരിന് തുടർ നടപടികളിലേക്ക് കടക്കുവാൻ സാധിക്കുകയുള്ളൂ. ചട്ടപ്രകാരമുള്ള നടപടികൾ സാധ്യമാകും
സാധ്യമാകണമെങ്കിൽ ഈ PDNA റിപ്പോർട്ട് വേണം. ഈ നവംബർ 13-ന് PDNA റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ഉന്നതാധികാര സമിതി 16-ാം തീയതി യോഗം ചേർന്നുകൊണ്ട് 153.4 കോടി രൂപ സംസ്ഥാനത്തിന് കൊടുക്കാനായിട്ട് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കൊടുക്കാനായിട്ട് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ തുടർ നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഫണ്ട് അനുവദിച്ചില്ല എന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ വാദം അവിടെ നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ പൊളിഞ്ഞു വീഴുകയാണ്. 153 കോടി രൂപ നേരത്തെ ഈ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ തന്നെ നേരത്തെ അനുവദിച്ചിട്ടുള്ള കേന്ദ്ര ഫണ്ട് പകുതിയോളം ഉണ്ട്. അത് കൂടാതെയാണ് 153 കോടി രൂപ കൂടി ഈ കേന്ദ്രം സംസ്ഥാന സർക്കാരിന് നൽകാനായിട്ട് അംഗീകാരം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതിന്റെ നടപടികൾ ചട്ടപ്രകാരം പുരോഗമിക്കുകയാണ്. PDNA റിപ്പോർട്ട് സമർപ്പിക്കുവാനായിട്ട് കാലതാമസം ഉണ്ടായി എന്ന് വേണം അനുമാനിക്കാനായിട്ട്. 13-ന് ലഭിച്ച PDNA റിപ്പോർട്ടിൽ പിന്നീട് തുടർ നടപടികൾ കേന്ദ്ര സർക്കാർ വേഗത്തിൽ ആക്കുകയായിരുന്നു. ശരി രേഷ്മ, ഈ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ NDRF-ൽ നിന്ന് 153.4 കോടി നൽകാനാണ് ഉന്നതാധികാര സമിതി അംഗീകാരം നൽകിയെന്ന കാര്യം കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലത്തിൽ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ 2219.033 കോടി രൂപയുടെ സഹായാഭ്യർത്ഥന സമർപ്പിച്ചത് ഈ നവംബർ 13-ന് മാത്രമെന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നു. അങ്ങനെ വിശദമായ ഒരു സത്യവാങ്മൂലമാണ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ സർക്കാർ മുന്നോട്ട് വെച്ച വാദങ്ങൾ പൊളിയുന്നു എന്നുള്ളത് മാത്രമല്ല, അതിനുമേൽ LDF കൂടി ചേർന്ന് നടത്തിയ വയനാട്ടിലെ ഒരു ദുരന്ത ഭൂമിയിൽ നടത്തിയ ഹർത്താലിനെ നിശ്ചിതമായ ഭാഷയിൽ തന്നെ ഹൈക്കോടതി വിമർശിക്കുകയും ചെയ്തിരിക്കുന്നു. രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.